89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിന്റെ സമയം ഇവിടെ തുടങ്ങുന്നു. 2 മണിക്കൂർ സമയം ഷട്ടർ ഉയർത്താൻ പോകുന്നത് 2 പേർ ചേർന്നാണ്. ഓക്കെ, വിനുണ്ട്, കെവിനുണ്ട്. ഞങ്ങൾ 2 പേര് ചേർന്ന് ഷട്ടർ മെല്ലെ ഉയർത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് നാൾ വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു. എൽദോനെ സിനിമയിലെടുത്തു. ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് മാത്രം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലേക്ക് എന്ത് വരുമെന്ന് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലേക്ക് ഒരൊറ്റ സീനേ വരുള്ളൂ. എടാ എൽദോ, നിന്നെ സിനിമയിലെടുത്തറ. ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോമഡി സീൻ മുഴുവനായിട്ട് മനസ്സിലേക്ക് വരും. അതെ, നമ്മൾ ആ ഒരു കോമഡി സീന്റെ ഭാഗമായിട്ട് അതിലൂടെ സഞ്ചരിക്കുന്നവരെ പോലെ തോന്നും. അല്ലെങ്കിൽ എത്ര തവണ ഇത് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനങ്ങനെ എണ്ണമൊന്നുമില്ല. ഇപ്പൊ മാന്നാർ മത്തായി സിനിമ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർത്തത് എത്ര തവണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും എണ്ണം ഉണ്ടാകില്ല. സിനിമ കണ്ടതിനേക്കാൾ കൂടുതൽ തവണ ഈ സീൻ കണ്ടിട്ടുണ്ടാവും. നമ്മളപ്പോ ഈ സീനിന്റെ തമാശയുടെ തലം വലുതാണ്, അതിഭീകരമാണ്, ഗംഭീരമാണ്. നമ്മൾ വണ്ടിക്കാരായതുകൊണ്ട് നമുക്ക് വണ്ടിയിലേക്ക് വരാം. എൽദോനെ സിനിമയിലെടുക്കാൻ വേണ്ടി, എൽദോനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ദൂരെ നിന്ന് വരുമ്പോ ഈ വണ്ടിക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ഇങ്ങനെ കുത്തി നിറച്ച് കയറ്റുന്നുണ്ട്. കുത്തി നിറച്ച് കയറ്റിയിട്ട് വണ്ടി നിറയുന്നില്ല. പിന്നെയും വഴി കാണുന്നവരെയൊക്കെ കൂടി കയറ്റി എൽദോന്റെ അടുത്തെത്തുമ്പോൾ വണ്ടി ഒരു പരിവായിട്ടുണ്ടാവും. നമ്മളപ്പോ ഇങ്ങനെ ആലോചിക്കും, ഈ വണ്ടിക്കകത്ത് എത്ര ആളാണ് കയറിയിരിക്കുന്നത്, അതായത് ഇതിന്റെ അകത്ത് എന്തോ ഒരു സൗകര്യം ഉണ്ടാവുമെന്ന്. അങ്ങനെ അന്ന് മുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുൻപ് പണ്ട് കാലത്തുണ്ടായ പല സിനിമകൾ മുതൽ നമ്മൾ കണ്ട് അത്ഭുതത്തോടെ നോക്കിപ്പോയിട്ടുള്ള ഒരേ ഒരു വണ്ടി, അല്ലെങ്കിൽ ഇതിനോട് മത്സരിക്കാനോ ഈ ഡിസൈൻ ഒപ്പം നിൽക്കാനോ ഈ ലെവൽ പിടിക്കാനോ വേറൊന്നും വരാത്ത ഒരേ ഒരു വണ്ടി, അല്ലെങ്കിൽ ഒരേ ഒരു രാജാവ്. അത് കറക്റ്റാണ്. നമ്മള് കാലം ഒരുപാട് മുന്നോട്ട് നീങ്ങി ലൂസിഫറിലും അല്ലെങ്കിൽ ഏറ്റവും അവസാനം തുടരുമിലെ ബെൻസിന്റെ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള, അതായത് ലാലേട്ടൻ പല സിനിമകളിൽ ഓടിച്ചു നടന്നിട്ടുള്ള, ഒരുപാട് മലയാള സിനിമയിലെ താരങ്ങൾ ഓടിച്ചു നടന്നിട്ടുള്ള, ഇനിയിപ്പോ നമ്മുടെയൊക്കെ സ്വന്തം നാട്ടിലേക്ക് വന്നാൽ വീട്ടിലിങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ആൽബം അല്ലെങ്കിൽ ഫോട്ടോ ഒന്ന് നോക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ച് വീട്ടിലെ പഴയ ആൽബം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മിക്കവരുടെയും അച്ഛന്റെ അമ്മയുടെയും കല്യാണ ആൽബത്തിലുള്ള വണ്ടി ഇവനായിരിക്കാം. അതെ, അത് മാത്രമല്ല പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴും എയർപോർട്ടിൽ ഇവൻ ചെല്ലണം, എന്നാൽ അതിന്റെ ആ ഒരു ആഡംബരത്തിന്റെ അങ്ങേറ്റം ആവുള്ളൂ. അംബാസിഡറിൽ യാത്ര ചെയ്തില്ലെങ്കിൽ അതൊരു കുറച്ചിലാണ്. അപ്പൊ എവിടേക്കാണ് പറഞ്ഞെത്തുന്നത് എല്ലാവർക്കും പിടികിട്ടി കാണും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുഴുവൻ അംബാസിഡർ കഥകളാണ്. ഓക്കെ, അപ്പൊ ഗാരേജിൽ അംബാസിഡർ ഉണ്ട്. ഉറപ്പായിട്ടും അംബാസിഡറിനെ പറ്റിയുള്ള ഓർമ്മകൾ ഒരുപാട് എല്ലാവർക്കും പറയാനും ആലോചിക്കാനും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇന്ന് ആഴത്തിൽ അംബാസിഡർ ചർച്ചകളാണ് നടത്താൻ പോകുന്നത്. അതെ, ഷട്ടർ മെല്ലെ ഉയർത്താലോ? 2 പേർ ചേർന്ന് ഷട്ടർ ഉയർത്തുന്നു. അകത്തൊരു അംബാസിഡർ മാത്രം, ഒരേ ഒരു രാജാവ്. കേട്ടുകൊണ്ടിരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. ഗാരേജിന്റെ ടൈമാണ്. കെവിനും വിനും ഉണ്ട് കൂടെ. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജ് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗാരേജിന്റെ ഷട്ടർ മെല്ലെ ഉയർത്തിയതിനു ശേഷം ഇന്ന് നമ്മൾ ഗാരേജ് തുടങ്ങിയിട്ട് കെവിൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടി മാത്രമായിട്ട് ഗാരേജിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറക്കാൻ പോകുന്നത്. അതെ, നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഏത് വാഹനം പറഞ്ഞാലും ആ വാഹനത്തിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം, ആ വാഹനത്തിന്റെ കഥകൾ പറയാം, ചർച്ച ചെയ്യാമെന്നൊക്കെ തുടക്കം മുതലേ പറഞ്ഞിരുന്നല്ലോ. ഒത്തിരി പേർ പല വാഹനങ്ങളെ പറ്റി പറഞ്ഞെങ്കിലും നമുക്കൊന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇവനെ പറ്റിയാ. പഴയ വാഹനങ്ങളെ പറ്റിയാണ് കൂടുതൽ ചോദിച്ചത്. പഴയ പല വാഹനങ്ങളും ഇനി വരുമോ, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രത്യേകത. നിലവിൽ നിരത്തിലില്ലെങ്കിലും നിരത്തിലുണ്ടായിരുന്ന സമയത്ത് അവൻ താരമായിരുന്നല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ ഒത്തിരി പേരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അംബാസിഡറിനെ ഞങ്ങൾ സന്തോഷത്തോടെ ഗാരേജിന്റെ മുന്നിലേക്ക് മെല്ലെ ഓടിച്ചിറക്കുന്നുണ്ടോ. ഒരു സമയത്ത് അംബാസിഡർ തിരികെ വരുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ വന്നിരുന്നു. ഇലക്ട്രിക് ആയിട്ടും അല്ലാതെയും വരുമെന്നൊക്കെ വന്നിരുന്നു. പിന്നെ എനിക്ക് വൈറ്റില ജംഗ്ഷൻ അടുത്ത് അംബാസിഡറിന്റെ ഷോറൂം ഉണ്ടായിരുന്ന ഒരു കാലമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ നോക്കും, ഇത് ഏത് കമ്പനിയാണ്, അല്ലെങ്കിൽ എത്ര വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ടൊയോട്ടോ ഷോറൂം ഒക്കെ, അതായത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഷോറൂം ഒക്കെ വന്ന നാളുകളിൽ തന്നെയും അംബാസിഡറിന്റെ ഷോറൂം എറണാകുളത്ത് ഉണ്ടായിരുന്നു. അപ്പൊ റോഡിലൂടെയൊക്കെ വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അംബാസിഡർ വളരെയധികം ചർച്ച ചെയ്തിരുന്ന ഒരു വണ്ടിയാണ്. എന്താണ് കെവിന്റെ അംബാസിഡർ ഓർമ്മ? എന്താണ് എന്റെ അംബാസിഡർ ഓർമ്മ പറയുകയാണെങ്കിൽ, റീസെന്റ് ഞാൻ ഈ വാഹനം കണ്ടത് നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിനടുത്ത് MVD ഓഫീസ് ഉണ്ടല്ലോ. ഓക്കെ, അതിനടുത്താണ് ഒരു വീട്ടിൽ ഇപ്പോഴും പക്ഷെ പൊടി പിടിച്ച് കിടക്കാണ്. ഇപ്പോഴും ഒരു ബ്ലാക്ക് കളർ അംബാസിഡർ ആണ്. ഞാൻ അതിങ്ങനെ ഇടയ്ക്ക് അതുവഴി പോകുമ്പോൾ ആലോചിക്കും, ഇത് എന്താണ് ഇങ്ങനെ കിടക്കുന്നത്, നമുക്ക് ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഓണേഴ്സോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അത് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇതുപോലെ അംബാസിഡർ പൊടി പിടിച്ച് കിടക്കുന്നതും പൊടി പിടിക്കാതെ വളരെ ഭംഗിയായിട്ട് തിളങ്ങി തന്നെ സൂക്ഷിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളെ സിനിമാടൻ സിദ്ദിഖിക്ക ഇപ്പോഴും, പുള്ളിക്കാരൻ എപ്പോഴും ഇന്റർവ്യൂകളിൽ പറഞ്ഞതാണ്, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. വണ്ടികൾ ഏതൊക്കെ നിരത്തിലുണ്ടെങ്കിലും, എത്ര ലക്ഷറി വണ്ടികൾ, എത്ര കോടി രൂപയുടെ വണ്ടി ഉണ്ടെങ്കിലും എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം, ഞാൻ ഇതിലെ എവിടെയും പോകുള്ളൂ. ഒരു സമയത്ത് സിനിമാ ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്തും
ഒരു കാലത്ത് അംബാസഡർ ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പല സിനിമകളിലും സിനിമാ നടന്മാരുടെ ഗ്യാരേജിലും ഉണ്ടായിരുന്ന ഒരു വാഹനം തന്നെയാണ്. അതായത് പട്ടണ പ്രവേശം, അക്കരെ എത്രയോ പടങ്ങളിൽ അംബാസഡർ മാത്രമായി കിടക്കുന്നു, വണ്ടി ഓടിക്കുന്നു. അല്ലെങ്കിൽ കെവിൻ പറഞ്ഞ പോലെ അത് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ടോ, ഇപ്പോ ഈ പഴയ ആ സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതില് ഇപ്പൊ അതിലെ നായകന്റെയോ അല്ലെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളുടെയോ ഒരു പടുകൂറ്റൻ വീടുണ്ടാവും. ഈ വീടിന്റെ ഗാരേജിൽ കാണാൻ പകത്തിനിട്ടുള്ള അംബാസഡർ ആയിരിക്കും. അത് ചിലപ്പോൾ പലതും ബ്ലാക്ക് കളർ ആയിരിക്കും, ചിലത് വൈറ്റ് ആയിരിക്കും. ഈ രണ്ട് കോമ്പിനേഷനാണ് കൂടുതൽ കണ്ടേക്കുന്നത്. പക്ഷേ അംബാസഡറിൽ വേറെയും കളേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സിനിമ കുറച്ചൊരു പഴയ ഒരു കാലത്തേക്ക് പോവാണെങ്കിൽ, സിനിമ എടുക്കുകയാണെങ്കിൽ പോലും ഒരു ടാക്സി സ്റ്റാൻഡ് കാണിക്കുമ്പോൾ അവിടെ നിരത്തിയിട്ടിരിക്കുന്ന അംബാസഡർ ആയിരിക്കും ആ ഒരു ഫ്രെയിം വിഷ്വലൈസ് ചെയ്യുന്നത്. അതെ അതെ അതെ, അത് യൂണിഫോം ഇട്ട് ടാക്സി ഓടിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും. എന്നിട്ട് ആ അംബാസഡറിന്റെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആഢ്യത്വം ഉണ്ടായിരുന്ന നാൾ. അതെ അതെ, ഇപ്പൊ നമ്മുടെ ഒരു കുട്ടിക്കാലം നോക്കുകയാണെങ്കിലും ഇപ്പോഴാണ് ടാക്സി സ്റ്റാൻഡ് ഒക്കെ ഒരു ഫേഡ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. അതെ, പഴയ കാലത്തേക്ക് പോകുകയാണെങ്കിൽ ടാക്സി സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അംബാസഡർ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാവരുടെയും വീടിന്റെ പരിസര പ്രദേശം എടുത്ത് നോക്കാം. നമ്മളുടെയും അങ്ങനെ ആലോചിക്കാട്ടോ. അതായത് നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും ആർക്കെങ്കിലും ഒരാൾക്ക് അംബാസിഡർ ഉണ്ടാവും. എവിടെയെങ്കിലും ഒരാൾക്ക് നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് അംബാസിഡർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾക്ക് സ്ഥിരമായി പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിൽ, ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വണ്ടി സ്ഥിരമായി കാണുന്നുണ്ടാവും. അതാണ് എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ പ്രസക്തി ഒന്നും നഷ്ടപ്പെടില്ല എന്ന് പറയാൻ കാരണം. എങ്ങനെയാണ് കെവിൻ അംബാസിഡർ ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ട്. എത്ര നാള് മുൻപാണ് ഓടിച്ചിട്ടുള്ളത്? എനിക്കൊന്ന് ഞാൻ ലൈസൻസ് എടുത്ത സമയത്താണ്. അധികം വാഹനം ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടില്ല. അപ്പോഴത്തേന് ഈ വാഹനം നമ്മളെ വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു എന്നല്ലാതെ അതിനുശേഷം ആ ഒരു വാഹനത്തിലേക്ക് ഒന്ന് തിരികെ പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തിരികെ പോകാനുള്ള പ്ലാൻ ഉണ്ട്. അതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. ഇവിടെ ഈ കോട്ടയം പരിസരത്ത് ഒരു വാഹനം ഇങ്ങനെ കിടപ്പുണ്ട്, അതിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് അത് ഇരിക്കുവാണ്, അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവനെ പുറത്തിറക്കും. അതിനെ തിരിച്ച് ഒരു ബാക്ക് ടു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷ കാര്യം കേട്ടതിന് ശേഷമുള്ള പാട്ടുകൾ റേഡിയോയിൽ വരുന്നുണ്ട്. അംബാസിഡറിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടുള്ള റേഡിയോ ഗാരേജ് കേട്ടുകൊണ്ടിരിക്കുന്നു. കൂടെ കെവിനും വിനും ഉണ്ട്. 89.6 FM സർഗക്ഷേത്ര. Radio Garage. ഗാരേജിന്റെ അകത്ത് വളരെയധികം സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത അംബാസിഡർ നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറക്കിയതിനു ശേഷം അംബാസിഡർ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഒരു അംബാസിഡർ അനുഭവം നേരിട്ടുണ്ടാവും. ഇത് വാഹനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്, കോമൺ ആയിട്ട്. അതെ അതെ, അതിപ്പം നമ്മുടെ അമ്മമാർക്കാകാം, നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള അപ്പച്ചന്മാർക്കാകാം, അമ്മച്ചിമാർക്കാകാം, നമ്മുടെ അപ്പൻ അമ്മ ആ ഒരു കാറ്റഗറിയുള്ള ആൾക്കാർക്കാണെങ്കിലും പഴയ ഒരു വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിൽ ആദ്യം വരുന്ന ഒരു അംബാസിഡർ ആയിരിക്കും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പൊ റേഡിയോ കേൾക്കാത്ത ആരെങ്കിലും തൊട്ടടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ചുമ്മാ ചോദിച്ചു പണ്ടത്തെ വണ്ടികളിൽ ഏതായിരുന്നു ഇഷ്ടം, ഇങ്ങനെ ചോദിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ബ്രാൻഡുകൾ വരില്ല, ഇത് കഴിഞ്ഞിട്ടേ മറ്റു ബ്രാൻഡുകൾ വരുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടിലെ അമ്മയോടോ അല്ലെങ്കിൽ അങ്ങനെ പ്രായമുള്ള ആൾക്കാരോട് ഇന്നത്തെ ഒരു വാഹനത്തെ പറ്റി ചോദിക്കണമെങ്കിൽ അത് ഏതാ വാഹനം എന്നായിരിക്കും അവർ ചോദിക്കുന്നത്. അതെ അതെ അതെ, ചിലപ്പോ അതിന്റെ മോഡലൊന്നും പറയില്ലായിരിക്കും, കമ്പനിയുടെ പേര് മാത്രം അത്രയ്ക്ക് പറയാൻ പറ്റുള്ളായിരിക്കും. അത്രത്തോളം വണ്ടി വന്നതുകൊണ്ടും അല്ലെങ്കിൽ അംബാസിഡറോളം ഒരാളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കയറിയ വണ്ടി അറിയില്ല എങ്ങനെയാണോ സാധ്യത. ചൈൽഡ്ഹുഡിലാണെങ്കിലും അംബാസിഡർ ഉള്ള ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ടുള്ള ഒരു ആഡംബരത്തിന്റെ പ്രതീകമായിട്ട് വീടിന്റെ മുന്നിൽ കിടക്കുന്നു. അത് ശരിക്കും ഇപ്പൊ വീട്ടിൽ കിടക്കുന്ന അവിടെ മുതൽ നമ്മൾ തുടങ്ങിയാൽ രാവിലെ എണീറ്റ് ഈ അംബാസിഡർ കഴുകൽ പോലും ഒരു വലിയ ചടങ്ങാണ് വീട്ടിൽ. അതൊരു ബക്കറ്റും വെള്ളവും അതിനകത്തൊരു വലിയ കട്ടിയുള്ള തുണിയൊക്കെ ആയിട്ട്, കാരണം ഒരു ആനയെ കുളിപ്പിക്കുന്ന പോലെ തന്നെയാണ് അംബാസിഡർ കഴുകുക എന്ന് പറഞ്ഞാൽ. ഇപ്പോ ഇത് പറയുമ്പോൾ പഴയ പല സിനിമകളിലും ചിലപ്പോൾ സിനിമ തുടങ്ങുന്നത് പോലും ഒരു അംബാസിഡറിന്റെ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് അത് തുടച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. എന്നിട്ടായിരിക്കും ആ ഒരു വീട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വീടിന്റെ അകത്തെ ആളുകളെയും അങ്ങനെ പോകുന്നത്. സത്യം പറഞ്ഞാൽ അംബാസിഡർ നമ്മുടെ നാട്ടിൽ ഫെയ്ഡ് ഔട്ട് ആയി, കംപ്ലീറ്റ്ലി പോയി. നമുക്ക് വിരളിൽ എണ്ണാവുന്ന കുറച്ച് യൂണിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ 2019 20 ഐ തിങ്ക് കോവിഡിന്റെ സമയത്താണ്, ആ ഒരു സമയത്താണ് എനിക്ക് കൊൽക്കത്തയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇപ്പോഴും അംബാസിഡർ ആണ് അവിടുത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള വാഹനം. കൊൽക്കത്തയിലെ ടാക്സി സ്റ്റാൻഡുകൾ നമ്മളിപ്പോ കൊൽക്കത്ത കാണിച്ചിട്ടുള്ള സിനിമകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് കൊൽക്കത്തയിൽ നിന്ന് അടിച്ചു നോക്കിയാലും കാണുന്നത് ഈ വരിയായിട്ട് കിടക്കുന്ന മഞ്ഞ കറുപ്പ് നിറമുള്ള ടാക്സികളെല്ലാം അംബാസിഡറുകൾ ഇപ്പോഴും നിരത്ത് ഭരിക്കുന്ന ഒരു വലിയ, എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ വലിയ ടൗൺ, വലിയ നഗരമാണ്. അപ്പൊ അവിടെയും അംബാസിഡർ അവിടെ നിന്ന് വിട്ട് പോയിട്ടില്ല. അവന് ഒരിടത്തും അങ്ങനെ പോകാൻ പറ്റൂലെന്ന്. അങ്ങനെ ഹൗറ ബ്രിഡ്ജിലൂടെ കയറി പോകുന്ന അംബാസിഡർ, ആഡംബരത്തോടെ കയറി പോകുന്ന അംബാസിഡർ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ശരിയാണോ? കൊൽക്കത്തയിലേക്ക് നോക്കിയാൽ നമുക്ക് വീണ്ടും, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കറക്റ്റ് ആണ്. ഇപ്പോഴും ഈ വാഹനങ്ങൾ ഓടുന്നുണ്ടോ, ഇപ്പോഴും ഈ വാഹനങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നിൽക്കും. ശരിയാട്ടോ, അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. വിനിശാന്റെ അംബാസിഡർ കഥകളും അനുഭവങ്ങളും എന്തായിരിക്കും? അങ്ങനെ പറഞ്ഞാൽ കെവിനോളം
വണ്ടി ഓടിച്ച് പരിചയമൊന്നും എനിക്കില്ലെന്ന് നേരത്തെ അറിയാലോ. നമുക്കിപ്പോൾ ഉള്ള വണ്ടി പോലും വേറെ ആരെങ്കിലും കൊണ്ട് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത്രത്തോളം മടിയനാണ് ഞാൻ. വണ്ടി ഓടിക്കാൻ എനിക്ക് ഇഷ്ടം കുറവാണ്. എനിക്ക് ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടം. എന്നാലും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഡ്രൈവിംഗ് സ്കൂൾ വഴി വാഹനം ഓടിക്കാൻ പഠിച്ചിട്ടുള്ളവർ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരിൽ ആ ഒരു കുറച്ച് നാൾ മുൻപ് വരെ ഇപ്പോഴും പല ഡ്രൈവിംഗ് സ്കൂളിൽ അംബാസിഡർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ഒരു ഐക്കൺ വാഹനമായിട്ട് പണ്ട് കാലം മുതൽ അവതരിപ്പിച്ചിരുന്ന അംബാസിഡർ ആയിരുന്നു. അതായത് നീളത്തിൽ അംബാസിഡറിന്റെ ഒരു അരികു വരെ ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിന്റെ ക്യാരിയറിലായിരിക്കും പേര് എഴുതിയിട്ടുണ്ടാവുക. ബോർഡൊക്കെ വെച്ച് ഞാൻ ശരിക്കും ആദ്യമായിട്ട് ഓടിക്കുന്ന അംബാസിഡറാണ്. അംബാസിഡറിൽ ഓടിച്ചിട്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അത്രത്തോളം വലിയൊരു വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വലുപ്പമാണല്ലോ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇടതുവശത്ത് ആശാനിരുന്നിട്ട് അനാവശ്യമായി വളയ്ക്കുന്നതിനും തിരിക്കുന്നതിനും ബ്രേക്ക് ചവിട്ടുന്നതിനൊക്കെ ഒരുപാട് ദേഷ്യപ്പെടുകയും ചീത്ത കേൾക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ വണ്ടി ഓടിക്കാൻ പഠിച്ച ആളാണ് ഞാനും. അത് പലരും പല ഡ്രൈവിംഗ് സ്കൂളുകളിലും ഇപ്പോഴും തലയെടുപ്പോടുകൂടി അംബാസിഡറുകൾ കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു കയ്യിലായിരിക്കും ഇപ്പോഴും വാഹനം വണ്ടി കിടക്കുന്നത്. അപ്പോൾ അംബാസിഡർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടൊന്നുമില്ല, നമ്മുടെ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും പോയിട്ടില്ല. അത് ഉറപ്പാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. ഇന്നത്തെ ഗാരേജിൽ അംബാസിഡർ മാത്രമേ ഉള്ളൂ എന്ന് തുടക്കം മുതൽ പറഞ്ഞിരുന്നോ. അപ്പൊ അംബാസിഡർ തന്നെയാണ്. അംബാസിഡറിന്റെ ഓർമ്മകളുടെ സഞ്ചരിക്കുന്ന റേഡിയോ ഗാരേജിൽ കൂടെ വിധുവും കെവിനും ഉണ്ട്. നമ്മളെ കെവിനെ അംബാസിഡർ കൊണ്ടുവന്നിട്ട് അംബാസിഡറിന്റെ ഓർമ്മകൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ പലരുടെയും മനസ്സിൽ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു അംബാസിഡർ ഓർമ്മ വന്നിട്ടുണ്ടാവും. അതെ. അപ്പോ നമ്മൾ അംബാസിഡറിന്റെ ഇപ്പോ മൊത്തത്തിൽ വണ്ടിയെ പറ്റി ആധികാരികമായി പഠിക്കാൻ ശ്രമിച്ചാൽ എന്തൊക്കെയായിരിക്കും കണ്ടെത്താൻ പറ്റുന്നത്? അംബാസിഡറിനെ പറ്റി പറയുകയാണെങ്കിൽ 1957 ഇന്ത്യയിലേക്കുള്ള ഒരു പ്രവേശനം. 57 വന്നവനാണ്. 2014 വരെ ഇന്ത്യയിലുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. 14 അവസാനമാണ് പ്രൊഡക്ഷൻ നിർത്തിയത്. ആ 7 ജനറേഷൻ നമുക്ക് കിട്ടി. 7 ജനറേഷൻ, അതായത് 1957 തൊട്ട് 2014 വരെ 7 ജനറേഷൻ അംബാസിഡറുകൾ നമുക്ക് കിട്ടി. നോർമലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വെന്യൂവിന്റെ ചേഞ്ച് ഒക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനത്തെ ഒരു വലിയൊരു ചേഞ്ച് ഒന്നും ഇല്ല. ചെറിയ ലൈറ്റുകൾ മാറുന്നു, അല്ലെങ്കിൽ ഇല്ലെന്ന് മാറുന്നു. ഒരു പൊസിഷനിലേക്ക് ലൈറ്റ് അല്പം ഒന്ന് മുകളിലേക്ക് സൈഡിലേക്ക് മാറ്റുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അംബാസിഡറിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അകത്ത് ഡാഷ്ബോർഡിൽ ഒരു വുഡ് എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിയാ. അങ്ങനത്തെ കുറച്ച് ചേഞ്ചുകൾ മാത്രമാണ് അംബാസിഡറിൽ ഓരോ ജനറേഷൻ മാറ്റത്തിൽ ഉണ്ടാകാറുള്ളൂ. അല്ലാതെ വേറെ എഞ്ചിനിലോ പവറിലോ വലുപ്പത്തിലോ വേറെ ഒന്നും മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ജനറേഷൻ വ്യത്യാസമുള്ള വണ്ടികൾ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ പാടാണ്. ഒരു തരത്തിൽ അത് ഗുണവുമാണ്. എത്ര പഴയ വണ്ടി, എത്ര പുതിയ വണ്ടി, ഇത്ര കണക്കെടുക്കലൊന്നും 2 വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ഇത് പഴയ വണ്ടിയാണല്ലോ, ഇങ്ങനെ പറയില്ല. അങ്ങനെ പറയില്ല കേട്ടോ. അങ്ങനെ ഒരു വണ്ടിയും ഒരിടത്ത് കണ്ടാലും ആരും പറയില്ല. ചിലത് പഴകും തോറും വീര്യം കൂടുമല്ലോ. ഓക്കെ. അപ്പോ അംബാസിഡറിന്റെ ഇപ്പോ നമ്മൾ അകത്തെ കാര്യം, എൽദോന സിനിമയിലെടുത്ത സീനിലേക്ക് വീണ്ടും വന്നാൽ ഒരു ഡോറിൽ നിന്നും അപ്പുറത്തെ ഡോറിൽ നിന്നും ആളുകൾ ഇങ്ങനെ കുത്തി നിറച്ച് കയറിയിട്ട് വണ്ടി നിറയാത്തതായിട്ട് നമുക്ക് തോന്നും. ഇതിന്റെ ഒരു വലുപ്പമാണല്ലോ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അംബാസിഡറിന്റെ പരസ്യമാക്കാൻ പോലും ഈ സീനിന് പറ്റും. ഒരു വണ്ടിയിൽ ഇത്രത്തോളം സ്പേസ് ഉണ്ടോ എന്ന് കാണിക്കാൻ. അത് മാത്രമല്ല, അംബാസിഡറിന് മലയാള സിനിമ ഇത്ര പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ശരിയാ. എന്തോരം പടത്തിലാണ് അല്ലേ? അതെ. എത്ര പടത്തിലാണ് അംബാസിഡർ വന്നിട്ടുള്ളത്? അംബാസിഡർ ഉള്ള പടത്തിൽ ആ ഒരു വണ്ടിയും ചർച്ചാ വിഷയം ഒരിക്കൽ, അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിരിക്കും. അങ്ങനെ ആക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ രാഷ്ട്രീയം സംസാരിക്കുന്ന പടങ്ങളാണെങ്കിൽ മന്ത്രിമാരൊക്കെ വരുന്നത് അത് വരിവരിയായിട്ട് അതിന്റെ പുറകിൽ മറ്റു അംബാസിഡർ ഉണ്ടാവും, അതിൽ രാഷ്ട്രീയക്കാരുണ്ടാവും, മന്ത്രി ഉണ്ടാവും. മൂസയ്ക്കകത്താന്ന് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു സീൻ കണ്ടത്. അതെ. നിരത്തിയിട്ട കുറെ അംബാസിഡറിൽ ഡോർ തുറക്കുന്നു, അവരുടെ വണ്ടിയിൽ നിന്ന് മാത്രമേ ഇറങ്ങുന്നു. അതായത് ഇപ്പൊ രാഷ്ട്രീയ അങ്ങനത്തെ സീനുകൾ പറഞ്ഞല്ലോ. ഇനി അതല്ല, പണ്ട് കാലത്തെ കല്യാണങ്ങൾ എടുത്തു നോക്കാം. കല്യാണങ്ങളിൽ ഇപ്പോൾ പെണ്ണും ചെക്കനും വരുന്നു, അതിന്റെ പുറകെ വരിവരിയായിട്ട് നമ്മൾ വലിയ എയർബസ് വിളിച്ച് വിരുന്ന് പോക്ക് പരിപാടികൾ പണ്ട് കുറവായിരുന്നു. കാറുകൾ എണ്ണം കൂട്ടി വിളിക്കലാണ്. അതിൽ അംബാസിഡറിന്റെ ഒരു റാലി തന്നെ കാണാൻ പറ്റുന്ന കല്യാണങ്ങൾ എത്രത്തോളം എവിടെയൊക്കെ നടന്നിരിക്കുന്നു. അംബാസിഡറുകൾ ഒരെണ്ണം വരും, അടുത്തവർ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ എണ്ണം എടുക്കാൻ വേണ്ടി നമ്മൾ റോഡിന്റെ ആ ഒരു വഴിവക്കിലൊക്കെ നിന്ന് എത്ര കാറുണ്ടായിരുന്നു ആ കല്യാണത്തിൽ നിന്നൊക്കെ നോക്കുന്ന പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന അംബാസിഡറിന്റെ ഓർമ്മകൾ. യെസ്. അത് പറയുമ്പോൾ എം ജി മോട്ടോഴ്സിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വന്ന ഒരു വാഹനമാണ്. അതായത് എം ജി മോട്ടോഴ്സിൽ നിന്ന് കടമെടുത്ത ഒരു വാഹനമാണ് അംബാസിഡർ. ആ ഒരു ഡിസൈൻ, അതായത് 1957 എം ജി മോറിസ് മോട്ടോഴ്സ് എന്നായിരുന്നു. ഇപ്പോൾ കറന്റ്ലി മോറിസ് ഗാരേജസ് എന്നാണ് അതിന്റെ പേര്. മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 എന്നുള്ളൊരു വാഹനത്തിന്റെ ഒരു വേറൊരു വെർഷൻ ആയിരുന്നു അംബാസിഡർ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ കിട്ടി തുടങ്ങിയത്. ബ്രിട്ടീഷ് ലെഗസി ഉള്ളൊരു വാഹനമാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഇപ്പോൾ എം ജി ഓൺ ചെയ്യുന്നത് വേറൊരു ചൈനീസ് ബ്രാൻഡാണ്. സായിക് മോട്ടോഴ്സിന്റെ അണ്ടറിലാണ് എം ജി വരുന്നത്. പണ്ടും മോറിസ് മോട്ടോഴ്സ് ആയിരുന്നു, ഇപ്പോൾ അത് മോറിസ് ഗാരേജസ് മാറി. അപ്പോൾ ഒരു ചെറിയ ബന്ധമുണ്ട്. അതായത് ഇന്ത്യയിൽ വാഹനങ്ങളുടെ ഒരു കൾച്ചർ തുടങ്ങിയത് അംബാസിഡർ ആണെന്ന് തന്നെ പറയാൻ പറ്റും. അത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതെ. അപ്പോൾ അതിനൊരു സ്റ്റാർട്ട് കൊടുത്തത്
MG എന്നുള്ളൊരു വാഹനമാണ്. ഓക്കെ, ബ്രാൻഡാണ്. നമ്മൾ എന്തായാലും ഗാരേജിന്റെ യാത്ര ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ. നമ്മൾ ഈ പറഞ്ഞ പരിപാടി, ഈ ഒരു സെഗ്മെന്റ് റേഡിയോയിൽ തുടങ്ങിയിട്ട് പോലും അധികം നാളുകളായിട്ടില്ല. എന്നാലും ഇതിനിടയിൽ നമ്മൾ MG മെൻഷൻ ചെയ്തു പോയിരുന്നു. MGയുടെ വിൻസർ ഇൻസ്പയർ എഡിഷൻ ചർച്ച ചെയ്തു പോയിരുന്നു, മെൻഷൻ ചെയ്തു പോന്നിരുന്നു. ഇവിടെയും അങ്ങനെ MGയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അംബാസിഡർ വന്നതിന്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അല്ലെങ്കിൽ പലയിടത്തും ചില ബന്ധങ്ങൾ കാണാൻ പറ്റുവാണ്. അതെ, 2025 ഇൻസ്പയർ എഡിഷൻ കൊണ്ടുവന്നപ്പോൾ 1957 അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് വേറൊരു ബ്രാൻഡ് തുടങ്ങുന്നത്. ഓക്കെ, അതിന്റെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ബ്രാൻഡിന്റെ ഒരേ ഒരു പേര് അംബാസിഡർ. യെസ്, ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. ഗാരേജിന്റെ മുന്നിൽ വളരെയധികം സന്തോഷത്തോടെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടി അംബാസിഡറാണ്. അംബാസിഡറിന്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നു, ചില ചരിത്രത്തിലൂടെയും നമ്മൾ സഞ്ചരിക്കുന്നു. ഇത് തന്നെയാണ് കേട്ടോ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂറും നമ്മൾ അംബാസിഡറിനെ പറ്റി തന്നെയാണ് പറയാൻ പോകുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു ഓർമ്മ അംബാസിഡറുമായിട്ട് ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത്, ശരിക്കും ഓരോ കാര്യം പറയുമ്പോൾ എനിക്ക് ഓരോ ഓർമ്മകളാണ് വരുന്നത്. അത് വണ്ടി ഓടിക്കാൻ പഠിച്ചതാകാം, പ്രിയപ്പെട്ടവരുടെ കല്യാണത്തിന് പോയതാകാം, സിനിമ കണ്ടതാകാം, സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടതാകാം. ഇങ്ങനെ കിടക്കുവാണ്. നമ്മളിപ്പോ അങ്ങനെ ഓർമ്മകൾ പറഞ്ഞു പോരുമ്പോഴേ എവിടേക്ക് അംബാസിഡർ ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു അന്വേഷണം കൂടിയാണ് ഇന്നത്തെ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴേ കെവിൻ, നമ്മൾ ചില സർക്കാർ ഓഫീസുകൾ നോക്കിയാൽ ഇപ്പോഴും ആ ഓഫീസിലെ ഒഫീഷ്യൽ വണ്ടി അംബാസിഡർ ആയിരിക്കും. അത് കണ്ടീഷൻ വണ്ടി ആയിരിക്കും, എല്ലാം KL1 രജിസ്ട്രേഷൻ ആയിരിക്കും. എന്നും ആ വണ്ടി കൃത്യമായിട്ട് പരിപാലിച്ചു പോകാൻ വേണ്ടി ഒരാളും ഉണ്ടാവും. ചിലപ്പോ ഇത്തരം വണ്ടികൾ ഉണ്ടായിരുന്ന ഓഫീസുകളിൽ ഒരു കാലഘട്ടം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ടൈം വന്നപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് ടൈം ഒക്കെ വന്നപ്പോൾ ചിലപ്പോൾ അത് മാറ്റിയിട്ടുണ്ടാവും, അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും വണ്ടി പൊളിക്കാനൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ ചില വിശാലമായ സർക്കാർ ഓഫീസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ചില കളക്ടറേറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ നിരത്തിയിട്ടിട്ടുള്ള ചിലപ്പോൾ ചെറിയ കാലത്തിന്റേതായ കാട് പിടിക്കലൊക്കെ വണ്ടിക്കുണ്ടെങ്കിലും അംബാസിഡർ ആ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും ഉറങ്ങുന്നുണ്ടാവും. ഇനിയാണെങ്കിലും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എറണാകുളത്ത് ഓൾ ഇന്ത്യ റേഡിയോന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ഒരു അംബാസിഡർ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ആ വണ്ടി അവിടെ നിന്ന് മാറ്റി, പക്ഷെ വണ്ടി പൊളിക്കാനൊന്നും കൊടുത്തിട്ടില്ല. വണ്ടി എവിടെയോ വിശ്രമിക്കുന്നുണ്ട്. അതിനി എവിടെയാണെന്ന് നോക്കണം. ഞാൻ അങ്ങനെയും അംബാസിഡറിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഈ റേഡിയോ കേൾക്കുന്ന ആരെങ്കിലും അംബാസിഡറുമായിട്ടുള്ള ഒരു ബന്ധം ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ സെൽഫി എടുക്കുക, ഞങ്ങൾ ടാഗ് ചെയ്യുക. ഉറപ്പായിട്ടും അംബാസിഡർ ഓർമ്മകൾ, അംബാസിഡറിന്റെ അകത്ത് ഓടിച്ചുകൊണ്ടാണ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കണം. അതിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. എന്നാലും നമ്മളിങ്ങനെ ആഗ്രഹം കൊണ്ട് അംബാസിഡറിൽ ഓടിച്ച് പഠിച്ച ആൾക്കാരായിരിക്കും ഇന്ന് പല ലക്ഷറി വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അതും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരുടെയും ആ ഒരു വഴി തുറന്ന ആളെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ബിർള ഫാമിലിയാണ് അംബാസിഡറിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ത്രൂ ആയിരുന്നു. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 7 ജനറേഷനാണ് ഇന്ത്യയിൽ ലഭിച്ചത്. വണ്ടി ഉണ്ടായിരുന്നു. അതെ, Mark 1 ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ. അന്ന് പേരിടാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ടായിരിക്കണം Mark 1, Mark 2, Mark 3 അങ്ങനെയുള്ള ഒരു പേരുകളാണ് ആദ്യം കുറച്ചുനാൾ ഇട്ടത്. പിന്നെ അംബാസഡർ നോവ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ലാസ്റ്റ് ഒരു 2000 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജനറേഷൻ പേരുകളിലേക്ക് കാര്യങ്ങൾ മാറി. ആ സമയത്ത് വാഹനത്തിന്റെ ഡിസൈനും മാറി. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ട് കുറച്ചൊരു മോഡേൺ ആക്കാനാണ് ശ്രമിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ വാഹനം സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പല കാരണങ്ങളുണ്ടാവാം, എമിഷൻസ് നോംസ് ഉണ്ടാവാം, ഗവൺമെന്റ് പോളിസീസ് ഉണ്ടാകാം. കാര്യം നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പല സെഗ്മെന്റും സബ് 4 മീറ്റർ അങ്ങനെയുള്ള സെഗ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴും വാഹനത്തിന്റെ ലെങ്തിനനുസരിച്ച് ടാക്സ് റിവിഷനും കാര്യങ്ങളും ഉണ്ട്. ഇന്ന ലെങ്ത് കൂടുതലാണെങ്കിൽ വാഹനത്തിന് ടാക്സ് ലക്ഷറി ടാക്സ് വരും. ആ സമയത്താണ് വളരെ നീളമുള്ള ഒരു വാഹനം, ഒരു ടാക്സും ഇല്ല, ഒരു റെഗുലേഷനും ഇല്ല, ഇന്ത്യയില് ഇങ്ങനെ ചീറി പാഞ്ഞു നടന്നു. അതെ, നമ്മള് അംബാസിഡറിന്റെ അടുത്ത് വേറെ ഏതെങ്കിലും ചെറു കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഈ അംബാസിഡർ എത്രത്തോളം വലുതാണെന്ന്. ഇത് ഇത്രയും വലിയ വണ്ടിയായിരുന്നല്ലേ എന്നുള്ളത്. അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ കാലഘട്ടത്തിന്റെ ചില കാര്യങ്ങൾ അതിജീവിക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ് വണ്ടി നിന്നുപോയത്. വീണ്ടും വരുമെന്നുള്ള വാർത്തകൾ ഒരിടയ്ക്ക് ഭയങ്കരമായി ചർച്ച ചെയ്തിരുന്നു. അംബാസിഡർ വരാൻ പോകുന്നു. ശരിക്കും അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇപ്പോഴും നിരത്തിലുണ്ടായേനെ. വാങ്ങിക്കായികയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു റെട്രോ ഡിസൈൻ തന്നെ വെക്കണം. അതെ, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നോർമലി നമ്മളൊരു ഇപ്പോൾ കറന്റ്ലി ന്യൂ ജനറേഷൻ വാഹനങ്ങൾ നോക്കുവാണെങ്കിൽ എവിടെന്നെങ്കിലും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ കോപ്പി പേസ്റ്റ് നമുക്ക് അംബാസഡറിന്റെ ഡിസൈൻ നിലവിൽ ഒരു വാഹനങ്ങളിലും നമുക്ക് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിറങ്ങിയ ഒരു വണ്ടിയിലും ഇക്കാലം അത്രയും പുറത്തിറങ്ങിയ 100 കണക്കിന് വണ്ടികളിൽ ഒന്നിലും അംബാസിഡറിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പരിപാടികളില്ല. എന്തോ അംബാസിഡർ അങ്ങനെ നിൽക്കണം. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അതങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് മാറുന്നത്. ഇത് ഞങ്ങളുടെ അംബാസിഡറാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage.
റേഡിയോ ഗാരേജിൽ നമ്മൾ അംബാസിഡറിന്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെവിനും ബിനുവും ഉണ്ട്. നമ്മൾ അംബാസിഡറിന്റെ ഓർമ്മകളും അതിന്റെ ചരിത്രവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അംബാസിഡറിന്റെ ഓർമ്മകൾ പറഞ്ഞിരുന്നാൽ നമ്മൾ 2 മണിക്കൂർ എന്നുള്ള സമയമൊക്കെ നീട്ടിക്കൊണ്ട് പോകേണ്ടി വരും. കാരണം ഇതിനിടയിൽ കുറച്ച് കോളും കുറച്ച് മെസ്സേജുകളൊക്കെ വരുന്ന രീതിയിലേക്ക് നമ്മൾ ഈ പരിപാടിയെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇന്നിവിടുന്ന് പോകാൻ പറ്റൂല. അത്രത്തോളം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തമ്മിൽ പറയുന്നുണ്ടാകും, വീട്ടിൽ പറയുന്നുണ്ടാകും, മനസ്സിൽ ആലോചിക്കുന്നുണ്ടാകും. അതാണ് അംബാസിഡർ. ഒരു കാലഘട്ടത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മളെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന പല അനുഭവങ്ങളെയും ചേർത്ത് വെക്കാൻ അംബാസിഡറിന് പറ്റും. ഇനി ഈ റേഡിയോ പരിപാടി കേൾക്കുന്ന ആരുടെയെങ്കിലും വീട്ടിലോ സുഹൃത്ത് വലയത്തിലോ ഒരു അംബാസിഡർ ഇപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കുക. ഞങ്ങൾ അവിടെ വന്ന് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കെവിനും ബിനുവും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓ നൈസ്, അത് കലക്കോട്ടെ, അത് കലക്കും. നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ച് ഈ കാര്യം പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും വരും. അതെ, വണ്ടി അനുഭവങ്ങളും വണ്ടി ഓടിക്കുന്നവരുടെയും അല്ലെങ്കിൽ വണ്ടി വീട്ടിലെത്തിയതിന്റെ കഥകളും ഒക്കെ നമുക്ക് കാര്യമായിട്ട് തന്നെ സംസാരിക്കാം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഉണ്ടാകും, ഉറപ്പാണ്. അങ്ങനെ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെയധികം അനുഭവങ്ങൾ നമുക്ക് ആ ഒരു വാഹനമായിട്ട് സഞ്ചരിച്ച പഴയകാല അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ടുള്ള അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും അത് എവിടെയാണെങ്കിലും നമ്മൾ ചെല്ലും. യെസ്, ഓക്കെ. ഇതിപ്പോ ഇന്ത്യയിൽ എവിടെയെങ്കിലും വണ്ടിയുടെ ലോഞ്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ആള് കെവിൻ തന്നെയാണ് പറയുന്നത്. എവിടെയാണെങ്കിലും ഞങ്ങൾ വന്നിരിക്കും. അതെ. ഓക്കെ, ഇനിയിപ്പോ വണ്ടി കയ്യിലുണ്ടെങ്കിൽ, അങ്ങനെ വളരെ ഭംഗിയായിട്ട് വിന്റേജ് ഇനത്തിൽപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ പറഞ്ഞുതരാം. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. 9188-354-896. 9188-354-896. കെവിൻ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കോള് വരും. ഷുവറാണ്, നമ്മള് ആ വീട്ടിൽ പോയിരിക്കും, ഉറപ്പാണ്. കെവിൻ, ഇപ്പോ നമ്മൾ അംബാസിഡറിനെ പറ്റി പറയുമ്പോഴേ അതിന്റെ വലുപ്പത്തെ പറ്റിയും അതിന്റെ ഒരു ആഢ്യത്വത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇതിന്റെ പവർ ഒക്കെ എങ്ങനെയാണ്? അംബാസിഡറിന്റെ ഒരു ശക്തി എന്താണ്? സത്യം പറഞ്ഞാൽ അംബാസിഡറിന്റെ ശക്തി അങ്ങനെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അംബാസിഡർ ഒരു വലിയ വാഹനമാണ്, ഒരു ഡീസലാണ്, പെട്രോളാണ്, ഇങ്ങനെ ഒരു കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. എഞ്ചിൻ സ്പെക്കിലേക്ക് പോവാണെങ്കിൽ 1500 cc ആണ് വാഹനത്തിന്റെ. 1500 cc ഡീസലും പെട്രോളും ഉണ്ടായിരുന്നു. 55 bhp ആയിരുന്നു വണ്ടിയുടെ പവർ. പിന്നീട് അതൊരു 2 ലിറ്ററിലേക്ക് വരെ പോയിരുന്നു. അത് ഒരു ജനറേഷൻ മാറുന്നതനുസരിച്ച് 2 ലിറ്റർ ഡീസൽ എഞ്ചിനിലേക്ക് വരെ പോയിരുന്നു. അത് ഇസൂസുവിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന എഞ്ചിനായിരുന്നു. ഇസൂസു ആണ് അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡ്. സ്റ്റിൽ ഇപ്പോഴും പല മാനുഫാക്ചേഴ്സും ഇസൂസിന്റെ എഞ്ചിൻസ് ആണ് അന്ന് ആ ഒരു അന്ധകാലത്ത് 90s-ലെ അല്ലെങ്കിൽ 60s-ലൊക്കെ ഇസൂസുവിന്റെ എഞ്ചിൻ വാങ്ങി നമ്മുടെ നിരത്തുകളിൽ ഒരാൾ ഓടിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അംബാസിഡർ ഓടിച്ചിട്ടുള്ള പലരും ഇത് ഇസൂസുവിന്റെ എഞ്ചിൻ ആയിരുന്നോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. സോ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ജനറേഷനെ പറ്റി കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. മാർക്ക് 1 ഫസ്റ്റ് ജനറേഷൻ നമുക്ക് ലഭിച്ചിരുന്നത് 1957 to 1963 ആണ്. 63 വരെ കിട്ടിയിരുന്നു. ദെൻ മാർക്ക് 2ലേക്ക് പോയി. നവംബർ 1963 തൊട്ട് ജൂൺ 1975 വരെയാണ് സെക്കൻഡ് ജനറേഷൻ നമുക്ക്. 75 വരെ ഓടിച്ചിരുന്നു. അതെ. അപ്പോഴത്തേന് മോറിസ് മിനി എന്നുള്ള വാഹനത്തിന്റെ ഒരു വെർഷൻ, അതിന്റെ ഒരു കോപ്പി ക്യാറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു രീതിയിലാണ് അംബാസിഡർ നമുക്ക് ലഭിച്ചത്. ആൻഡ് അത് പറയുമ്പം 1970s ഒരു സ്റ്റേഷൻ വാഗൻ അല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വാഹനം അംബാസിഡറിന്റെ. അതായത് അംബാസിഡറിന്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ബോണറ്റ് ഇങ്ങനെ വരുന്നു, റൂഫ് ഇങ്ങനെ പൊങ്ങുന്നു, അതുപോലെ ഇങ്ങനെ താഴുന്നു. എന്നാൽ ആ ബൂട്ടിന്റെ ആ ഭാഗം താഴാതെ കുറച്ചുകൂടി മുകളിലേക്ക് വന്ന് റൂഫ് നേരെ വന്ന് താഴേക്ക് ചേരുന്നു. സ്റ്റേഷൻ വാഗൻ എസ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ. സിനിമകളിൽ ഇങ്ങനെ പലതിലും കണ്ടതാണ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതെ, വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഇങ്ങനെ കാണാനായിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോസ്റ്റിലോ കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. അങ്ങനത്തെ ഒരു അതിന്റെ ഒരു ഡിസൈനും ഒരു വേഡ് കൈൻഡ് ഓഫ് ഡിസൈൻ ആണ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ഡൈജസ്റ്റ് ആവുന്ന ഡിസൈൻ അല്ല. ഇപ്പൊ അങ്ങനത്തെ ചില ഇതുപോലെ വിപ്ലവകരമായ ഡിസൈനുകളൊക്കെ ഇറക്കിയിട്ട് സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന പല ബ്രാൻഡുകളെയും നമ്മൾ ഓർക്കുകയാണ്. അതെ, വോൾവോയ്ക്കൊക്കെ ഉണ്ട് സ്റ്റേഷൻ വാഗനും എസ്റ്റേറ്റും ഒക്കെ ഉണ്ട്. വോൾവോയ്ക്ക് ഇപ്പോഴും ഉണ്ട്. കൊച്ചിൻ എയർപോർട്ടിലെ ഒരു റെസ്ക്യൂ വാഹനമായിട്ട് ഇപ്പോഴും ഒരു കിടക്കുന്നുണ്ട്. അതും വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ. പണ്ട് ടാറ്റ ഒക്കെ ഇതുപോലത്തെ വണ്ടി മനസ്സിലായ ഒരു സഫാരി ഒക്കെ കളം പിടിച്ചിരുന്ന വന്നിരുന്ന സിയാറയ്ക്കൊക്കെ ഏറെക്കുറെ ഒരു ഡിസൈൻ തന്നെയാണ്. ഇപ്പൊ ഇനി നമ്മൾ സിയാറ എന്ന് പറയുമ്പോ എങ്ങനെയാണ് നമുക്ക് പോകണ്ടേ? തീർച്ചയായിട്ടും ഈ മാസം അവസാനം അതിങ്ങനെ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ, പേടിക്കണ്ട. ഡോണ്ട് വറി. അപ്പൊ അംബാസിഡറിന്റെ തന്നെ അംബാസിഡറിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണ്. മാർക്ക് 3 നമുക്ക് ലഭിക്കുന്നത് 1975 to 1979 ആണ്. 79 വരെയാണ്. അതെ, ആ ഒരു കാലഘട്ടത്തിലാണ് മാർക്ക് 3 കിട്ടുന്നത്. ദെൻ മാർക്ക് 4ലേക്ക് പോകുമ്പോൾ 1979 to 1990 90 വരെ 2000ലേക്ക് അടുക്കുന്നു. ഒരു 4ാം ജനറേഷൻ വാഹനം വന്നപ്പോൾ അന്ന് വരെയാണ് മാർക്ക് 4, മാർക്ക് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ കോഡ് നെയിംസ് കൊടുത്തു. ആ സമയത്ത് 1.8 ലിറ്റർ എഞ്ചിനിലേക്ക് മാറിയിരുന്നു. 1.5 നിന്ന് 1.8ലേക്ക് മാറിയിരുന്നു. അപ്പോഴത്തേക്കും പെട്രോൾ ഡീസൽ എന്നുള്ള ഒരു കോമ്പിനേഷനിലേക്ക് വന്നിരുന്നു.
ശേഷം 1990, അതായത് 90s തൊട്ട് 1919 വരെ ഓക്കെ, അംബാസഡർ നോവ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ന്യൂ ജനറേഷൻ വാഹനം പേര് എന്നുള്ള ഇതിലേക്ക് ശരി കേട്ടോ. അതുവരെ ഉണ്ടായിരുന്ന പേരുകൾ വെച്ച് നോക്കുമ്പോൾ നോവ ഒരു വലിയ പേര് തന്നെ. അതെ, അതാണ് 5th ജനറേഷൻ വാഹനം. 5th ജനറേഷനായിട്ട് നമുക്ക് കിട്ടിയ അംബാസഡർ. അത് കഴിഞ്ഞ് 1998 മുതൽ 2010 വരെയാണ് 6th ജനറേഷൻ ക്ലാസിക് അംബാസഡർ ക്ലാസിക് എന്നുള്ള കുറച്ചുകൂടി. അതെ, ഈ ക്ലാസിക് എന്നുള്ള പേര്, ആ ഒരു നെയിം ബോർഡൊക്കെ ഇപ്പോഴും പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും. കാരണം കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അതെ, ക്ലാസിക് ഇപ്പോഴും ഉണ്ട്, പലയിടത്തും ഉണ്ട്. അതെ. ആ ഒരു സമയത്ത് നമ്മൾ മോട്ടോ ഷോസിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. പുതിയ വാഹനങ്ങളുടെ ഷോക്കേസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ 1998 ഡൽഹി മോട്ടോർ ഷോ ഇപ്പോഴും ഉണ്ട്. 2 വർഷം കൂടുമ്പം ഡൽഹി ഓട്ടോ എക്സ്പോ നടക്കാറുണ്ട്. ഓക്കെ, ഞാനൊരു 3-4 ടൈമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി അറ്റൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ നോയിഡയ്ക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടിരുന്നു ഡൽഹി മോട്ടോർ ഷോ നടക്കുന്ന, എക്സ്പോ നടക്കുന്ന ഇടത്തുകൂടെ, അതിന്റെ മുന്നിലൂടെ പാസ് ചെയ്ത് പോയതാണ്. അതെ. അപ്പൊ കെവിൻ ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരുപാട് ഏരിയ പരന്ന് കിടക്കുന്നിടത്ത് പരിപാടി നടക്കുന്നതിനെ പറ്റിയൊക്കെ. ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഓട്ടോ ഷോ കേട്ടിട്ടുണ്ട്, ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഓരോ തവണ ഓട്ടോ ഷോ കഴിയുമ്പോൾ അവിടെ ഇറങ്ങുന്ന മോഡലുകൾ അറിയാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട്. കാരണം നാട്ടിൽ വർഷങ്ങൾക്ക് ശേഷം വരുന്ന വണ്ടികൾ ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതെ, ഓട്ടോ ഷോയിൽ നമ്മൾ പല ഗിമ്മിക്കുകൾ കാണാറുണ്ട്. വരത്തില്ല, പക്ഷേ എങ്കിലും കോൺസെപ്റ്റുകളാണ്. അതെ, ഇങ്ങനെ ഒരു വണ്ടി ചിലപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഗ്ലാസ് ആയിട്ടുള്ള വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കും ഇതൊക്കെ എന്ന് വരാനാണ്, ഇത് വരുമൊന്നുമില്ല, പക്ഷെ അത് ആ ബ്രാൻഡ് പുറത്തിറക്കുന്ന കോൺസെപ്റ്റുകളാണ്. അങ്ങനെ പറയുമ്പോഴാണ് 1998 ഡൽഹി മോട്ടോർ ഷോയിൽ അംബാസഡറിന്റെ CNG വാഹനമൊക്കെ. അത് ഒരുപാട് പ്രതീക്ഷ ഒത്തിരി ഇടങ്ങളിൽ കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അംബാസഡർ വീണ്ടും വരുന്നു എന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങി. അതെ. അപ്പോഴും CNG നമ്മൾ എപ്പോഴും പുതിയൊരു വാഹനങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് അത് ബൂട്ട് സ്പേസിൽ വെക്കുമ്പോൾ വളരെയധികം ബൂട്ട് സ്പേസ് കുറയാറുണ്ട്. അതെ, അംബാസഡറിൽ ഒരു 10 ടാങ്ക് വേണമെങ്കിൽ എന്ത് കുറയാൻ അംബാസഡറിന്റെ അകത്ത്. അംബാസഡറിന്റെ ഡിക്കിയൊക്കെ തുറക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതിപ്പോ ഒരു പന്തലിടാനുള്ള സ്ഥലമുണ്ടല്ലോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ്. അപ്പോ 2010 ശേഷം എന്ത് സംഭവിച്ചു? 2010 ശേഷം ഒരു 3 ജനറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് ജനറേഷൻ ആണ് 6th ജനറേഷൻ, ഫൈനൽ ജനറേഷൻ. അതിൽ 2-3 ചേഞ്ചസ് കൊണ്ടുവന്നു. അംബാസഡർ ഗ്രാൻഡ്, അംബാസഡർ അവീഗോ, അംബാസഡർ എൻകോർ എന്ന് പറഞ്ഞ് 3 വേരിയൻസ് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് 2014 ലാസ്റ്റ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് 2014 ഫിനാൻഷ്യൽ ഇയർ നോക്കുന്ന സമയത്ത് 2200 അംബാസഡർ വാഹനങ്ങൾ വിറ്റിരുന്നു ഇന്ത്യയിൽ. 2200 അംബാസഡറുകൾ ഇന്ത്യയിൽ വിറ്റു. മാർച്ച് 2014 കണക്ക് നോക്കുന്ന സമയത്ത് വിറ്റിരുന്നു. 2014 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പണ്ടത്തെ വർഷമൊന്നുമല്ല. അതെ, ഒരു 11 വർഷം പുറകിൽ, അത്രേ ഉള്ളൂ. അതെ. അപ്പോഴത്തേനും മാരുതി കളം പിടിച്ചു, ടാറ്റ വന്നു, മറ്റുള്ള വാഹനങ്ങളൊക്കെ വന്നു. അപ്പം ഡിസൈൻ ഔട്ടായി, വാഹനത്തിന്റെ എമിഷൻ നോംസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചിലേക്ക് ആളുകൾ എല്ലാവരും മാറി. അതാണ്. അങ്ങനെ 2014 കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാത്തിരിപ്പാണ്. അതെ, വരുമോ അംബാസഡർ, വീണ്ടും വരുമോ, അല്ലെ വരുന്നു, വരാൻ പോകുന്നു, അങ്ങനെ ഒത്തിരി വാർത്തകളും പ്രതീക്ഷകളുമായിട്ട് ഇപ്പോഴും ഒത്തിരി ഇടങ്ങളിൽ പലരും കാത്തിരിക്കുന്നുണ്ട്. 2022 ലാസ്റ്റ് അനൗൺസ്മെന്റ് അംബാസഡർ തിരികെ വരുന്നു എന്നുള്ള റൂമർ കേൾക്കുന്നത്. 2022 ഓട്ടോ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് EV-കളിലേക്കുള്ള ഒരു വലിയൊരു മാറ്റം വന്ന സമയമാണ്. എല്ലാവരും അനൗൺസ് ചെയ്തു ഞങ്ങൾ ഫുൾ EV-ലേക്ക് പോകുന്നു എന്നൊക്കെ. പക്ഷെ അത് നടന്നില്ല. ഇപ്പൊ എല്ലാവരും തിരിച്ച് പഴയതുപോലായി. ആ സമയത്താണ് അംബാസഡർ തിരികെ വരുന്നു, ഇലക്ട്രിക് ആവും എന്നൊക്കെയുള്ള വാർത്തകൾ പ്രതീക്ഷിച്ചത്. ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ പലരും കാത്തിരിക്കുന്നുണ്ടാവുമായിരിക്കാം. അതെ, നമ്മളും കാത്തിരിക്കുകയാണ്. ശരിക്കും ഇതിന്റെ ഈ കഥയുടെ ക്ലൈമാക്സ് അംബാസഡർ വരാൻ പോകുന്നു എന്ന് ഞങ്ങൾ പറയില്ല കേട്ടോ. അംബാസഡർ വരുന്നു എന്നുള്ള വാർത്തയൊന്നും വന്നിട്ടില്ല. എന്നാലും നമ്മളുടെ ആ ഒരു ഒത്തിരി അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ഒരുപാടിടങ്ങളിൽ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന, ഇപ്പോഴും പല കഥകളിലും, വാഹന കഥകളിലും, അല്ലെങ്കിൽ പല സിനിമകളിലും നിറഞ്ഞു നിൽക്കുന്ന അംബാസഡറിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചത്. അതെ, അത് ശരിക്കും ഒരു അംബാസഡർ തന്നെയായിരുന്നു. അതെ, ബ്രാൻഡ് അംബാസഡർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ അംബാസഡർ തന്നെയായിരുന്നു. അംബാസഡർ യഥാർത്ഥത്തിൽ ഒരു അംബാസഡർ തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് അവതരിപ്പിച്ച അംബാസഡറിന്റെ മെല്ലെ ഷട്ടറിനകത്തേക്ക് കയറ്റാനുള്ള സമയമായിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും ഷട്ടറിനകത്തേക്ക് കയറ്റുന്നു, ഷട്ടർ മെല്ലെ താഴ്ത്തുന്നു. പക്ഷേ ഗാരേജിന്റെ ടൈം ഇവിടെ തീരുന്നില്ല. ഇനിയും കുറച്ചധികം വാഹന ലോകത്തെ കഥകൾ പറയാനും കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിന്റെ ടൈമാണ്. നമ്മൾ ഗാരേജിൽ ഇന്ന് ഒരു വണ്ടിയാണ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് കെവിൻ. ഈ അവതരിപ്പിച്ച വണ്ടി നമ്മൾ നേരെ ഷട്ടറിനകത്ത് കയറ്റി ഷട്ടർ വിട്ടു. ഇനിയിപ്പോ ഒരുപാട് ഇടങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇവന്മാർ രണ്ടും കൂടി ഒരു വണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. വണ്ടി നേരെ അകത്തേക്ക് കയറ്റി ഷട്ടർ പൂട്ടി. ഇനിയിപ്പോ എന്താണാവോ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംബാസഡറിനെ നമ്മൾ അകത്ത് വളരെയധികം സുരക്ഷിതമായി വെച്ച് പൂട്ടിയെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഈ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കേട്ടിട്ട് പലയിടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഹനങ്ങളെ പറ്റി
വാഹനങ്ങളുടെ അനക്കങ്ങളെല്ലാം അല്ലെങ്കിൽ കമ്പനി ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അത് കെവിൻ അറിയും. ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിന്റെ ധർമ്മമാണല്ലോ. അതുകൊണ്ട് തന്നെ കെവിനോട് ചോദിക്കാനുള്ള സംശയങ്ങൾ ഇങ്ങനെ ഒരു കുന്നു വന്ന് കിടക്കുന്നുണ്ട്. അതിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് സംശയങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നതാണ്. കെവിൻ, ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിൽ ഒരു വലിയ വിഭാഗം മെസ്സേജും വാഹന വിപണിയിൽ ഒരുപാട് ഓഫേഴ്സ് ഒത്തിരി വരുന്നുണ്ട്. ഏറ്റവും മികച്ച ഓഫറിന്റെ ടൈമാണിത്. അപ്പോൾ എന്തൊക്കെ ഓഫറുകൾ എവിടെയൊക്കെ വന്നിട്ടുണ്ട്? പലരും വാഹനം വാങ്ങിക്കാൻ വേണ്ടി തന്നെ വളരെയധികം സീരിയസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഓഫർ ഇപ്പൊ വന്നിട്ടുണ്ടോ? ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. എല്ലാ മാസവും ഓഫേഴ്സ് ഉണ്ട്. എല്ലാ മാസവും വരും? അതെ, അതായത് ബ്രാൻഡ് എല്ലാ മാസവും ഓഫേഴ്സ് ഇടും. ഓക്കെ. പക്ഷെ നമ്മളിലേക്ക് എത്തുന്നത് ചിലപ്പം ഡീലർ ഓഫർ ഇടുന്നു, അല്ലെ ഡീലറിന്റെ ഓഫറാണ്, സ്പെഷ്യൽ ഓഫറാണ്, ഇങ്ങനെയുള്ള രീതിയിലാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ ശരിക്കും ബ്രാൻഡ് എല്ലാ മാസവും എല്ലാ ബ്രാൻഡ്സും എല്ലാ മോഡൽസിനും ഓക്കെ അതിൽ ക്ലിയർ ആയിട്ട് അവർ പറയും ഇന്ന മോഡലിന് ഡിസ്കൗണ്ട് ഇല്ല, അങ്ങനെ പറയും. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം നമ്മളിലേക്ക് വന്ന ചോദ്യങ്ങളിൽ ഈ GSTയുടെ ഒരു പ്രൈസ് കട്ടും ഇതെല്ലാം വന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ ആധികാരികമായിട്ട് നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ വന്നത്. വാഹനം വാങ്ങിക്കാൻ പറ്റിയ കാലാവസ്ഥയാണോ ഇപ്പോൾ? ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ചോദ്യം. കാരണം നമ്മളോടല്ലെങ്കിൽ കെവിനോടല്ലെങ്കിൽ അത് ആരോട് ചോദിക്കും? അതൊരു ന്യായമായ പോയിന്റ് ആണ്. കെവിൻ പറയണം, ഞങ്ങൾക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് ഇന്ന് ഹ്യുണ്ടായുടെ മാരുതിയുടെ ഓഫറുകളെ പറ്റിയാണ് ഇത് പറയാൻ പോകുന്നത്. ഇതിന് വേറൊരു ഷോറൂമിൽ പോയി ആരും ചോദിക്കണ്ട. ശരി, പറഞ്ഞോളൂ. ഹ്യുണ്ടായുടെ ഡിസ്കൗണ്ടിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഹ്യുണ്ടായുടെ ലൈനപ്പിൽ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ആയി. അതാരാണ്? നവംബർ 11 ഹ്യുണ്ടായി ട്യൂസോൺ. പ്രീമിയം കാറ്റഗറി വാഹനമാണ്, പ്രീമിയം വണ്ടിയാണ്. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അവനെ തിരിച്ചു വിളിച്ചു. ഇന്ത്യയിൽ ഇല്ല, ഇനിയില്ല, ഇനി വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെപ്പറ്റി ഇനി വരുമോ അല്ലെങ്കിൽ അതിന്റെ ഫേസ് ലിഫ്റ്റോ അതിൽ അടുത്ത പുതിയ ജനറേഷൻ വരുമോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടില്ല, അറിയില്ല. ഡിസ്കണ്ടിന്യൂ ആയി. ശരി. അപ്പോൾ ട്യൂസോൺ വാങ്ങാൻ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ട്യൂസോൺ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. ഡിസ്കണ്ടിന്യൂ ആകുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും. വണ്ടി വില കുറച്ച് വിൽക്കാൻ തുടങ്ങും. അതെ, കാര്യം വാഹനം അവരുടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് അത് മാക്സിമം ഡിസ്കൗണ്ടിലേക്ക് പോകും. അങ്ങനെ ഡിസ്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഹ്യുണ്ടായുടെ ലൈനപ്പിലേക്ക് നോക്കുമ്പോൾ നവംബർ മാസത്തിലെ ഡിസ്കൗണ്ടാണ് നമ്മൾ പറയുന്നത്. മാക്സിമം ഡിസ്കൗണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു വാഹനം അയോണിക് 5 ആണ്. 7 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് അയോണിക്കിന് കിട്ടുന്നത്. 7 ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ടോ? ഡിസ്കൗണ്ട് മാത്രം. ഇത് ബ്രാൻഡ് വരുന്ന ഡിസ്കൗണ്ട് ആണ്. പിന്നീട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ 7 ലക്ഷം എന്നുള്ളത് 10 ലക്ഷം ആകാം, 9 ലക്ഷം ആകാം, 8 ലക്ഷം ആകാം, ചിലപ്പോൾ 7 ലക്ഷത്തിൽ തന്നെ നിൽക്കാം. ശരി. അടുത്തൊരു ലോവർ ലെവലിലേക്ക് പോകുകയാണെങ്കിൽ i20ക്ക് 85,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഗ്രാൻഡ് i10ന് 75,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഹ്യുണ്ടായി എക്സ്റ്ററിന് 70,000 രൂപ ഡിസ്കൗണ്ടും ഹ്യുണ്ടായി i20 N ലൈന് 70,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഹ്യുണ്ടായി വെന്യൂ, പഴയ വെന്യൂ, പുതിയ വെന്യൂ ഇപ്പം ലോഞ്ച് ആകുന്നതുകൊണ്ട് തന്നെ പഴയ വെന്യൂവിന് ഇനി നല്ല ഡിസ്കൗണ്ട് ആയിരിക്കും. പഴയ വെന്യൂവിന് 60,000 രൂപ ഡിസ്കൗണ്ട്. അത് പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായി വെന്യൂ ഓൾഡ്. ഇപ്പൊ ഓൾഡ് എന്ന് മെൻഷൻ ചെയ്യാൻ തുടങ്ങി. അതെ, ഇനി അയാളുടെ കാലമല്ലേ. 60,000 രൂപ ഡിസ്കൗണ്ട് ആണ് വെന്യൂവിന് കിട്ടുന്നത്. വെർണയ്ക്ക് 55,000 രൂപ ഡിസ്കൗണ്ടും അൽക്കസാറിന് 50,000 രൂപ ഡിസ്കൗണ്ടും. ഓറ ഒരു സെഡാനാണ്, എൻട്രി ലെവൽ സെഡാനാണ്, വളരെ ലിമിറ്റഡ് യൂണിറ്റ്സുകളെ വിൽക്കുന്നുള്ളൂ. അതിന് 43,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. വെന്യൂ എൻ ലൈൻ ഓൾഡ്, എഗെയിൻ പുതിയ എൻ ലൈനും വന്നിട്ടുണ്ട് വെന്യൂവിന്റെ. പഴയ ഡിസൈൻ, അതായത് 2025 വരെയുള്ള ജനറേഷൻ വാഹനങ്ങളിൽ 30,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ട്യൂസോണും അഡീഷണൽ 25,000 രൂപ ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം പറയാൻ തുടങ്ങി കിട്ടും. നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ഡിസ്കൗണ്ടിനെ പറ്റി പറയാത്തത് എന്താണെന്ന് ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്. വണ്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, കെവിന്റെ ലിസ്റ്റിൽ അടുത്തത് വരുമെന്ന് വിചാരിക്കുവാണ്. എവിടെ ക്രെറ്റ? ക്രെറ്റയ്ക്ക് 5,000 രൂപയുള്ളൂ. 5,000 രൂപയോ ക്രെറ്റയ്ക്ക് ഡിസ്കൗണ്ട്? വെറുതെ ഷോറൂം വരെ വന്നതല്ലേ, ഇരിക്കട്ടെ. 5,000 രൂപ. അങ്ങനെ ക്രെറ്റയ്ക്ക് ഇപ്പോ വില കുറച്ചില്ലെങ്കിലും ക്രെറ്റ ആള് വാങ്ങിക്കും. അതെ, അതുകൊണ്ടാണ് 5,000 രൂപയുടെ ഡിസ്കൗണ്ട് മാത്രമായിട്ട് ക്രെറ്റയ്ക്ക് തരുന്നത്. അങ്ങനെ ഇട്ടൊന്നും പറഞ്ഞു 5,000 രൂപ കുറയ്ക്കുന്നുള്ളൂ, ഞങ്ങൾ വാങ്ങിക്കുന്നില്ലെന്നാരും പറയുന്നില്ല. ക്രെറ്റ വിറ്റ് പോയിക്കൊണ്ടേയിരിക്കുവാണ്. ക്രെറ്റയെ പോലെ ക്രെറ്റ മാത്രം. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിന്റെ ടൈമേ കെവിൻ. നമ്മളിങ്ങനെ ഡിസ്കൗണ്ടുകളെ പറ്റി ചർച്ച ചെയ്ത് ഏറെക്കുറെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ഹ്യുണ്ടായുടെ ഡിസ്കൗണ്ടിനെ പറ്റി പറഞ്ഞപ്പോൾ മാരുതിയുടെ ഡിസ്കൗണ്ടിനെ പറ്റിയും പറയാമെന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പോ എന്താണ് മാരുതിയുടെ ഡിസ്കൗണ്ട്? എന്താണ്? മാരുതിക്കും ഡിസ്കൗണ്ട് ഉണ്ട്. മാരുതിക്ക് എല്ലാ മാസവും നല്ല ഡിസ്കൗണ്ട് വരാറുണ്ട്. എസ്പെഷ്യലി GST വന്ന സമയത്ത് വളരെയധികം ഡിസ്കൗണ്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എക്സ്പ്രസോയുടെ ഒരു എപ്പിസോഡ് തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം എക്സ്പ്രസോ എടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് പല കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് എത്രത്തോളം മെസ്സേജുകളാണ് റേഡിയോയിലേക്ക് വന്നതെന്ന്. എക്സ്പ്രസോനെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. മാരുതി ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ ഗ്രാൻഡ് വിറ്റാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് വരുന്നത്. 1,69,000 രൂപ ഡിസ്കൗണ്ട്. പ്ലസ് 5 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടി. 5 ഇയർ എക്സ്റ്റൻഡഡ് വാറണ്ടി. എന്തുകൊണ്ട് ഇത്തരം ഡിസ്കൗണ്ട് കിട്ടുന്നതെന്ന് പലർക്കും ഒരു തോന്നൽ വരാം.
ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിന്റെ റീസൺസ് നമ്മൾ പറയുന്നതായിരിക്കും. അത് ഇങ്ങനെ ഡിസ്കൗണ്ടിന്റെ കാരണം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലില്ലല്ലോ. ആ ചിരിയിൽ എന്തോ ഉണ്ട്. ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ച ഒരു ചിരിയാട്ടോ കെവിനോട് ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി പറ, ഞാനും വെയിറ്റ് ചെയ്യണം. മാരുതി ഇൻവിക്ടോ 1,40,40,000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ജിംനിക്ക് 75,000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ജിംനി ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. ഓക്കെ, ഇപ്പൊ കെവിന് ജിംനി വാങ്ങിക്കാൻ പറ്റിയ കാലാവസ്ഥയാണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ആൻഡ് ഫ്രോങ്സിലേക്ക് വരുമ്പോൾ 65,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് നെക്സ ഡീലർഷിപ്പിലെ വാഹനങ്ങളാണ്. ഫ്രോങ്സ് അത്യാവശ്യം നല്ല രീതിയിൽ സെല് ചെയ്യുന്ന വാഹനമാണ്. 65,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. GST കട്ട് വന്ന സമയത്ത് 1.5 ലക്ഷം രൂപയാണ് ഡിസ്കൗണ്ട് വന്നിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ആൻഡ് മാരുതി ഇഗ്നിസ് നല്ലൊരു വാഹനമാണ്. 57,100 രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത്. ബലേനയിലേക്ക് പോകുമ്പോൾ 47,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സിയാസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു, ബട്ട് സ്റ്റിൽ ഇപ്പോഴും 40,000 രൂപ ഡിസ്കൗണ്ട് കിടക്കുന്നുണ്ട്. XL6 30,000 രൂപ ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ഇത്രയാണ് നെക്സ ഡീലർഷിപ്പിലെ വാഹനങ്ങളുടെ ഡിസ്കൗണ്ട്. ഇനി അരീനയിലേക്ക് പോയി കഴിഞ്ഞാൽ വാഗണാറിന് 52,500 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സ്വിഫ്റ്റിന് 45,000 രൂപ, ഓൾട്ടോയ്ക്ക് 42,000 രൂപ, എസ്പ്രസോയ്ക്ക് എഗെയിൻ 42,000 രൂപ, സെലീറിയോ, ഈക്കോ എന്നീ വാഹനങ്ങൾക്കും 42,000 തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ദെൻ ബ്രസയിലേക്ക് പോവുകയാണെങ്കിൽ 30,000 രൂപയുടെ ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ഡിസയറിൽ 2,500 രൂപ ഡിസ്കൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഡിസയറിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ഇല്ല, ഡിസയറിന് നല്ല മൂവ്മെന്റ് ആണ് ഡിസയറിന്. അങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്ത് വാങ്ങിപ്പിക്കേണ്ടെന്ന് വണ്ടി സെയിലായിക്കൊണ്ടേയിരിക്കും. അതെ. ഡിസയർ പുതിയ ഡിസയർ ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പം പക്ക പറയുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ നവംബർ ഫസ്റ്റ് വീക്കിലാണ് ഞാൻ ഗോവയിൽ വാഹനം ഡ്രൈവിന് പോയത്. അപ്പോൾ അന്നൊരു ഓഡിയുടെ ഒരു ഇൻസ്പിറേഷനോടൊക്കെ നമുക്ക് സാമ്യം തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നല്ലോ. നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫാമിലി ഓഡിയൻസ് എടുത്തത്. എനിക്ക് തോന്നുന്നു അതിന് മുന്നത്തെ മോഡലിനേക്കാളും സെയിൽ കൂടി എന്ന് പറയാം. പുതിയ മോഡൽ വന്നു. സ്വിഫ്റ്റിൽ നേരെ തിരിച്ചുമാണ്. അതെ. അതായത് ചേട്ടൻ വളരെ വലിയ റേഞ്ച് പോകുമ്പോൾ അനിയൻ പഠിക്കാതെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? ഏറെക്കുറെ അങ്ങനെ ഒരുപാട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതെ. ഇപ്പോ കെവിൻ, ഡിസയറിന്റെ ഡിസ്കൗണ്ട് വളരെയധികം കുറവ് കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അത്രത്തോളം യൂണിറ്റ് വിറ്റ് പോകുന്നുണ്ട്. ഇപ്പൊ വില കുറച്ച് ആളുകളെ കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കിയാൽ ഈ കാറ്റഗറിയിൽ ഡിസയർ മത്സരിക്കുന്നത് ആരോടൊക്കെയാണ്? അതിൽ ടോപ്പ് സെല്ലർ ഡിസയർ തന്നെയാണോ? അതിൽ ടോപ്പ് സെല്ലർ ഡിസയർ തന്നെയാണ്. നമ്മൾ മുമ്പ് അംബാസഡറിന്റെ കാര്യം പറഞ്ഞിരുന്നു. വാഹനത്തിന്റെ ലെങ്തിനനുസരിച്ച് ടാക്സ് വേരിയേഷൻ ഉണ്ടെന്ന്. സബ് കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റ് വരുന്ന വാഹനമാണ്. 4,000 മില്ലിമീറ്ററിലാണ് അതിന്റെ ലെങ്ത് വരുന്നത്. അപ്പൊ അതിൽ താഴെയാണ് വാഹനത്തിന്റെ ലെങ്ത് വരുന്നത്. അതിൽ മേളിൽ പോകുമ്പോൾ ടാക്സ് കൂടും. അപ്പം ഡിസയർ കോമ്പീറ്റ് ചെയ്യുന്നത് മെയിൻ അമേസ് ആണ്. പിന്നുള്ളത് ഹ്യുണ്ടായി ഓറ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് ടിയാഗോ. ഓറയും ടിയാഗോ ഒക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല, കാണാനില്ലല്ലോ, കണ്ടെടുക്കാൻ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പിന്നീടുള്ളത് അമേസ് ആണ്. അമേസിന്റെ ഡെഡിക്കേറ്റഡ് റിവ്യൂ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. അമേസ് വരുന്നുണ്ട്. ഹോണ്ട അവിടെ നിന്ന് ഒരു വണ്ടി നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടോ? ഹോണ്ട വണ്ടി വിട്ടിട്ടുണ്ട്, ഉടനെ തന്നെ അത് ഇവിടെ എത്തും. കെവിന്റെ കൈകളിൽ സുരക്ഷിതമായി വണ്ടി എത്താൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഓക്കെ. പിന്നെ തുടക്കത്തിൽ നമ്മൾ വേറൊരു സംഭവം, കുറച്ച് കാര്യം അവസാനത്തേക്ക് പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ? ഈ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും വില കുറയുന്നു എന്നുള്ളത് എന്റെ മനസ്സിൽ വന്ന പോലെ പലരുടെയും മനസ്സിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ കെവിൻ കുറച്ച് ബിൽഡപ്പ് ഇട്ടു. നമ്മളിങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെയാണല്ലോ, ഞാനത് പറയാട്ടോ, ഞാൻ കുറച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ കെവിൻ ആലോചിച്ച് കഴിഞ്ഞു. അതിനുള്ള ഉത്തരം പറയാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളുടെ ഗാരേജിന്റെ മൊത്തത്തിലുള്ള ഷട്ടർ ഇടാനുള്ള സമയമായിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇത്രയധികം ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ അടുത്തൊരു ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡിസംബറിൽ 2 നെക്സ വാഹനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിന്റെ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. ഈ വിറ്റാര ഒന്ന് കൺഫേംഡ് ആണ്. രണ്ടാമത്തെ വാഹനം ഗ്രാൻഡ് വിറ്റാരയുടെ നമ്മൾ വിക്ടോറിയസിലാണ് നമ്മുടെ ഗാരേജ് ഓപ്പൺ ചെയ്തത്. വിക്ടോറിയസ് അരീന ഡീലർഷിപ്പിലേക്കുള്ള ഒരു വാഹനമാണ്. അതെ. അപ്പോൾ നെക്സയിൽ അത്രയും ഒരു പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം ഇല്ല. ഗ്രാൻഡ് വിറ്റാരയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമാണ് വിക്ടോറിയസ്. അപ്പം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഒരു ഫേസ് ലിഫ്റ്റ് പ്രതീക്ഷിക്കാം. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഒരു വേർഷൻ 2. അതെ, വേർഷൻ 2 പ്രതീക്ഷിക്കാം. അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്ത് തന്നെ സംഭവിച്ചാലും ആ സംഭവം നടക്കുന്നിടത്ത് 2 പേരാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് ഉറപ്പിക്കാമല്ലോ. അതിലൊരാളുടെ പേര് കെവിൻ എന്നാണ്, ഒരാളുടെ പേര് വീനു. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോ കെവിൻ, ഇപ്പോ ലോഞ്ച് ഉടനെ നടക്കാൻ പോകുന്നു. പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന വാഹനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിറ്റാര. ഈ വിറ്റാരയെ പറ്റി കെവിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും? ഈ വിറ്റാര ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. മാരുതി കുടുംബത്തിലേക്ക് ആദ്യമായി വരുന്ന ഇലക്ട്രിക് ആണ്. കാരണം അത് ആ പരുവത്തിലാകണം. അത്രത്തോളം പ്രതീക്ഷകളുമായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന വണ്ടിയാണ്. അതെ. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഇലക്ട്രിക് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള വാഹനം. കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുണ്ടായി. മണി കൺട്രോൾ ഇന്ത്യയുടെ ഒരു പോസ്റ്റാണ്. വൈ മിഡിൽ ക്ലാസ് നോട്ട് ഗോയിങ് ടു EV. മനസ്സിലായി. അതായത് മിഡിൽ ക്ലാസ് ഇപ്പോഴും EV-യിലേക്ക് സ്വിച്ച് ആയില്ല. ബിക്കോസ് അതിന്റെ ഒരു പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. ആൻഡ് റിലയബിലിറ്റി വേറെ ഫാക്ടറാണ്.
ഓഫ് കോഴ്സ് നമുക്കൊരു എൻട്രി ലെവൽ വാഹനങ്ങളുണ്ട്, ടാറ്റയുടെയും എം ജിയുടെയും ചെറിയ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എം ജി കോമറ്റ് നല്ല വാഹനമാണ്, മനോഹരമായിട്ടുള്ള വാഹനമാണ്. ഞാൻ വളരെയധികം യൂസ് ചെയ്ത വാഹനമാണ്. പക്ഷെ അത് ചെറിയ വാഹനമാണ്, വളരെ ചെറിയ വാഹനമാണ്. പിന്നുള്ളത് ടാറ്റയുടെ വാഹനമാണ്, ടിയാഗോ ഉണ്ട്, പിന്നെ സിട്രോയിന്റെ ഉണ്ട്. പക്ഷേ ടാറ്റയ്ക്ക് ഇപ്പോഴും ആ ഒരു റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നുള്ളത് സിട്രോയിനാണ്. സിട്രോയിന് സർവീസ് നെറ്റ്വർക്കൊക്കെ ഡിലേ ഉള്ളതുകൊണ്ടും അതിൻ്റെ ഒരു അഭാവം ഉള്ളതുകൊണ്ടുമാണ് അതിലേക്ക് ആൾക്കാർ പോകാത്തത്. പിന്നുള്ളത് ഇപ്പം ക്രെറ്റ ഇലക്ട്രിക് ഒക്കെ വന്നിട്ട് പോലും ക്രെറ്റയ്ക്കൊന്നും ആ ഒരു ഇലക്ട്രിക്കിന് അത്യാവശ്യം സെയിൽസ് ഒന്നും പുഷ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ മാരുതി എന്തായാലും എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്, ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. ഓക്കെ, പ്രൈസിങ് മാത്രമാണ് നിലവിലുള്ള ഒരു എത്ര രൂപയാകും എന്നുള്ളതിനെ പറ്റി മാത്രമാണ് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ചിന്ത നിൽക്കുന്നത്. ഒരു 17 to 23 ആണ് പ്രതീക്ഷിക്കുന്ന വില. അതിൽ കുറവ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലാണ് കൂടുതൽ ഈ വിറ്റാരകൾ നിരത്തിൽ ചീറിപ്പായത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് പുതുമകൾ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഗാരേജിന്റെ ടൈം ഇവിടെ തീരുവാണ്. ഇനിയും വാഹനങ്ങൾ ഒരുപാട് ഇറങ്ങാനിരിക്കുന്നുണ്ട്. ഇറങ്ങുന്ന വാഹനങ്ങളെ പറ്റി നമ്മൾ അറിയാനും ഇരിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. തൽക്കാലത്തേക്ക് ഗാരേജിന്റെ ഷട്ടർ 2 പേർ ചേർന്ന് മെല്ലെ താത്താൻ പോകും. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എല്ലാവരും വളരെ സുരക്ഷിതമായും ഉത്തരവാദിത്തത്തോടും കൂടി ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുമ്പോൾ ഹെൽമെറ്റും 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും സേഫ്റ്റിയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. ഗാരേജിൽ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് കെവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വിനുവുമായിരുന്നു. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നുള്ളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.